വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ നോക്കാൻ പോകുന്ന ഓറൽ കോൺട്രസെപ്റ്റീവ്സും ഓവുലേഷൻ ഇൻഡ്യൂസിങ് ഡ്രഗ്സും ആണ്. ഓറൽ കോൺട്രസെപ്റ്റീവ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ ആൾക്കാരും ജനറലി പിൽ എന്നൊക്കെ ഒരുപാട് പരസ്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതൊരു ഓറൽ കോൺട്രസെപ്റ്റീവ് തന്നെയാണ്, എമർജൻസി പില്ലാണ്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് നോക്കാം എന്താണ് കോൺട്രസെപ്റ്റീവ്സ് വെച്ചാൽ. കോൺട്രസെപ്റ്റീവ് എന്ന് വെച്ചാൽ കൺസെപ്ഷൻ പ്രിവെന്റ് ചെയ്യുക, അതായത് പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ ഫെർട്ടിലിറ്റിയെ കൺട്രോൾ ചെയ്യുക. ആൻഡ് ഇറ്റ്സ് ഓൾസോ കോൾഡ് എസ് ആന്റി ഫെർട്ടിലിറ്റി ഏജന്റ്. സോ ദ സൈക്കോളജി ഓഫ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ആദ്യം എന്ത് ചെയ്യുന്നു, സ്പേമും ഓവോ ഉണ്ട് തമ്മിൽ ഫെർട്ടിലൈസ് ആവുന്നു, സൈഗോട്ട് ഫോം ചെയ്യുന്നു, പിന്നെ അത് കുഞ്ഞായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ ഈ കോൺട്രസെപ്റ്റീവ്സ് ഉപയോഗിക്കുമ്പം പല സ്റ്റേജുകളിലായിരിക്കും, അല്ലെങ്കിൽ പല സ്റ്റേജുകളിലായിട്ടായിരിക്കും നമുക്ക് പ്രിവെന്റ് ചെയ്യുന്നത്. സോ ഓവുലേഷൻ ആണ് എന്ത് നമുക്കറിയാം ഒരു ഹ്യൂമൻ റീപ്രൊഡക്ഷൻ്റെ സൈക്കിളിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ്. സോ എപ്പോഴും യൂഷ്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് 14th + 2 day of 28 സൈക്കിൾ ആയിരിക്കും. സോ ഇത് പഠിക്കണം എന്നൊരു നിർബന്ധവും ഇല്ല, പക്ഷെ ഇത് മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് മാത്രമേ ആവശ്യമുള്ളൂ. സോ ഈ സൈക്കിളിൽ ഗ്രാഫെയിൻ ഫോളിക്കിൾസ് മെച്ചുർ ആവുകയും, അതായത് FSH പോലുള്ള ഹോർമോണുകൾ കാരണം ഗ്രാഫെയിൻ അല്ലെങ്കിൽ GF മെച്ചുർ ആവുകയും, അങ്ങനെ എന്ത് ചെയ്യുന്നു ഓവുലേഷൻ ഉണ്ടാവുകയും, അങ്ങനെ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ LH റിലീസ് ആവുകയും, അങ്ങനെ ആൻറ്റി പിറ്റ്യൂട്ടറിയുടെ സഹായത്താൽ റിലീസ് ആവുകയും, അങ്ങനെ എന്ത് ചെയ്യുന്നു ഓവുലേഷൻ നടക്കുകയാണ് ചെയ്യുക. ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ ഓവുലേഷൻ നടക്കുന്നു എന്നുള്ളതാണ്. അതിനുശേഷം എന്ത് ഓവ നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് വന്ന് നിൽക്കുകയാണ് ചെയ്യേണ്ടാവുക. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു നമ്മുടെ ബേസിക്കലി യൂട്രസിലേക്ക് പോവുകയും, അവിടെ യൂട്രൻ ക്യാവിറ്റിയിൽ പോവുകയും, അങ്ങനെ 21st to 23rd ഒക്കെ ആകുമ്പോഴത്തേക്കും അവിടെ ഇംപ്ലാന്റ് ആവുകയും, അങ്ങനെ എന്ത് ചെയ്യുന്നു അങ്ങനെ 35th കറക്റ്റ് ഇംപ്ലാന്റേഷൻ കംപ്ലീറ്റ് ആവുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആകപ്പാടെ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺസ് നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്, FSH ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ആൻഡ് LHും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഈ രണ്ട് ഹോർമോൺസ് നമ്മളിവിടെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ജസ്റ്റ് മനസ്സിലാക്കി മാത്രം വെച്ചിരുന്നാൽ മതി. സോ കൺട്രോൾ ഓഫ് ഫെർട്ടിലിറ്റി ബൈ ദ ഡ്രഗ്സ്. സോ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഒന്ന് മെയിൽസിൽ തന്നെ എന്ത് ചെയ്യാം, സ്പെർമാറ്റോജനസിസ്, സ്പേം ഉണ്ടാവുന്നതിന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇൻഹിബിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഫീമെയിലിൽ ഓവുലേഷൻ ഇൻഹിബിറ്റ് ചെയ്യാം. ഇനി സെർവിക്കൽ മ്യൂക്കോസ ഇല്ലേ, അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ സ്പേം വെച്ചാൽ സെർവിക്കൽ മ്യൂക്കോസിലൂടെ കടന്നു പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഈ സെർവിക്കൽ മ്യൂക്കോസയിൽ എന്തെങ്കിലും രീതിയിലൊക്കെ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്താമെങ്കിലും അത് നമുക്ക് പോസിബിൾ ആണ്. ആൻഡ് എഗ്ഗിന് ട്രാൻസ്പോർട്ടിനെ കുറയ്ക്കുവാണെങ്കിൽ നമുക്കത് പോസിബിൾ ആണ്. മെച്ചുർ ആവാൻ അല്ലെങ്കിൽ ഓവർ മെച്ചുറായി റപ്ചർ ആവുകയാണല്ലോ ചെയ്യുന്നത്, അതിന് നമുക്ക് പ്രിവെന്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. ആൻഡ് ഇംപ്ലാന്റേഷൻ, നമുക്ക് ഫസ്റ്റ് നമ്മളെ ഈ സ്പേമും എഗ്ഗും കൂടെ ഫ്യൂസായി അവിടെ വന്ന് തിരിച്ച് വന്ന് ഇംപ്ലാന്റ് ആയി ഇരിക്കുമല്ലോ. ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റ് നമുക്ക് ആ ഒരു 21st to 23rd day ഓഫ് സൈക്കിളിൽ ഇംപ്ലാന്റേഷൻ വന്ന് ഉണ്ടാവുമല്ലോ. ഈ ഇംപ്ലാന്റേഷൻ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് എങ്ങനെയൊക്കെയാണ് ഫെർട്ടിലിറ്റി നമ്മൾ ഒഴിവാക്കുന്നത് പഠിക്കണം. സോ പ്രഗ്നൻസി സമയത്ത് നമുക്ക് ഹൈ ലെവൽ ഓഫ് ഒവേറിയൻ ഹോർമോൺസും ഉണ്ടായിരിക്കും. സോ ആൻഡ് ദേ പ്രിവെന്റ് ഓവുലേഷൻ. സോ ഡ്യൂറിങ് പ്രഗ്നൻസി ദർ ഇസ് ഹൈ ലെവൽ ഓഫ് ഒവേറിയൻ ഹോർമോൺസ് ആൻഡ് ദേ പ്രിവെന്റ് ഓവുലേഷൻ. അതായത് പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ വീണ്ടും നമ്മളെ ബോഡിയിൽ ഓവുലേഷൻ നടക്കില്ല. അപ്പം ഫർദർ പ്രഗ്നൻസി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഓവുലേഷൻ എന്ത് ചെയ്യുന്നു, നമുക്ക് ഈസ്ട്രജൻ ആയിട്ടോ പ്രൊജസ്ട്രോൺ ആയിട്ടോ നമുക്ക് കൊടുക്കാം. ആൻഡ് ഓവുലേഷൻ ഇസ് പ്രിവെന്റഡ്, പ്രഗ്നൻസി ക്യാൻ ബി പ്രിവെന്റഡ്. സോ ഓവുലേഷൻ പ്രിവെന്റ് ആയാൽ ഓട്ടോമാറ്റിക്കലി പ്രഗ്നൻസി പ്രിവെന്റ് ആവും എന്നുള്ളതാണ്. അവിടെയാണ് നമുക്ക് ഈസ്ട്രോജനെയും പ്രൊജസ്ട്രോനെയോ അല്ലെങ്കിൽ ഈസ്ട്രോജനും പ്രൊജസ്ട്രോനും ഒരുമിച്ചും കൊടുക്കാം. ഒന്നെങ്കിൽ ഈസ്ട്രോജൻ മാത്രം കൊടുക്കാം, അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ മാത്രം കൊടുക്കാം, ഇല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഒരൊറ്റ ആലോചിക്കുക, ഒരു ഫീമെയിൽ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അവരുടെ ബോഡിയിൽ എന്തുണ്ടാവില്ല, ഓവുലേഷൻ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ആ ഒരൊറ്റ കാര്യം മാത്രം ആലോചിച്ച് വെക്കുക. ആൻഡ് നെക്സ്റ്റ് വൺ, നമ്മൾ ഈ ഒരു പ്രിൻസിപ്പിൾ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, കോൺട്രസെപ്ഷൻ ഉപയോഗിക്കുന്നത്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്നെങ്കിൽ നമ്മൾ പ്രൊജസ്ട്രോണോ അല്ലെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ ഈസ്ട്രോജനോ യൂസ് ചെയ്യും, അല്ലെങ്കിൽ രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒരുമിച്ചും യൂസ് ചെയ്യാറുണ്ട്. സോ ടൈപ്പ് ഓഫ് ഓറൽ കോൺട്രസെപ്റ്റീവിൽ കോമ്പിനേഷൻ ഉണ്ട്, സീക്വൻഷ്യൽ ഉണ്ട്. കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈസ്ട്രോജനും പ്രൊജസ്ട്രോണിൻ്റെയും കോമ്പിനേഷൻ, സീക്വൻഷ്യലാണെങ്കിൽ ഈസ്ട്രോജൻ കൊടുക്കും, പിന്നെ ഈസ്ട്രോജൻ പ്രൊജസ്ട്രോണിൻ്റെ കോമ്പിനേഷൻ ഫോളോ ചെയ്ത് കൊടുക്കും. രണ്ട് രീതിയിലാണ് നമ്മൾ ഓറൽ കോൺട്രസെപ്റ്റീവ് കൊടുക്കുക. ഇനി ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ കോമ്പിനേഷൻ ആണെങ്കിൽ മെത്തഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ കോമ്പിനേഷൻ മെത്തേഡിൽ തന്നെ ഈസ്ട്രോജനും പ്രൊജസ്ട്രോണിൻ്റെ കോമ്പിനേഷൻ കൊടുക്കാം 5th to 25th day of 28 സൈക്കിൾ. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് ഏത് ഡേറ്റിൽ കൊടുക്കുന്നു, എപ്പോഴും കൊടുക്കുന്നു എന്നുള്ള കാര്യം മാത്രം പഠിച്ചാൽ മതി. 5th to 25th day ഓഫ് എ 28 സൈക്കിൾ. 28 ദിവസത്തിന് സൈക്കിളിൽ 5 മുതൽ 25 ദിവസത്തിനിടയിലാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും. സീക്വൻഷ്യലാണെങ്കിൽ എന്താണ്, ഈ 5 മുതൽ 20 ദിവസം കണ്ടിന്യൂസ് കഴിക്കണം കേട്ടോ. ഇടയ്ക്ക് വെച്ച് മാത്രമല്ല കോമ്പിനേഷൻ മെത്തേഡ്. ആൻഡ് സീക്വൻഷ്യൽ മെത്തേഡ് ആണെങ്കിൽ ഈസ്ട്രോജൻ എലോൺ ആണ് കൊടുക്കുന്നത് 5th to 20th day. അവിടെ
5th to 25th ആണെങ്കിൽ ഇവിടെ 5 മുതൽ 20 ദിവസമാണ്. ആൻഡ് ഫ്രം 21 to 25th ഡേ ഈസ്ട്രജനും പ്രൊജസ്ട്രോണിന്റെ കോമ്പിനേഷൻ കൊടുക്കുന്നു. ആദ്യം നമ്മൾ ഈസ്ട്രജൻ മാത്രം കൊടുക്കുന്നു, പിന്നെ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും കൂടെ ഒരുമിച്ച് കൊടുക്കും എന്നുള്ളതാണ്. ഇൻ കോമ്പിനേഷൻ മെത്തേഡ് FSH റൈസ് ആൻഡ് LH പീക്ക് സപ്രസ്ഡ്. FSH കൂടും. കോമ്പിനേഷൻ മെത്തേഡിൽ എന്ത് ചെയ്യുന്നു? FSH അധികം കൂടുകയും LHന്റെ പീക്ക് എന്ത് ചെയ്യുന്നു? കുറയുവാണ് ചെയ്യേണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ ഫോളിക്കൽ ഗ്രോത്ത് ഹോർമോൺ ഇനിഷ്യേറ്റ് ആവാതിരിക്കുകയും അങ്ങനെ ഓവുലേഷൻ പ്രിവെന്റ് ചെയ്യുന്നു. സീക്വൻസിലാണെങ്കിൽ ഈസ്ട്രജൻ സപ്രസ് FSH സെക്രീഷൻ ബട്ട് സ്റ്റിമുലേറ്റ് LH സെക്രീഷൻ. This initial rise of LH suppress the early FSH rise, so growth of follicles not initiate and the ovulation is prevented. So combination ആണെങ്കിൽ FSH കൂടുന്നു, LH കുറയുന്നു. സീക്വൻഷ്യൽ ആണെങ്കിൽ LH കുറയുകയും ആൻഡ് early FSH കൂടുകയാണ് ചെയ്യേണ്ടവ. നേരത്തെ പറഞ്ഞ സെയിം തന്നെയാണ്, പക്ഷേ സ്റ്റേജ് എന്ന് വെച്ചാൽ രണ്ടും രണ്ട് രീതിയിലാണ് പോകുന്നു എന്നുള്ളതാണ്. ഇനി ഫാർമക്കോളജിക്കൽ ആക്ഷൻ എങ്ങനെയാണ്? എൻഡോമെട്രിയൽ ചേഞ്ച് ഉറപ്പായിട്ട് ഈ ഒരു നമ്മൾ കൊടുക്കുന്ന ഈ ഒരു ഡ്രഗ്സുകൾ ഉറപ്പായിട്ട് എൻഡോമെട്രിയൽ ചേഞ്ച് വരുത്താറുണ്ട്. സീക്വൻഷ്യൽ ഏജന്റ് ആണെങ്കിൽ അങ്ങനെ അധികമായിട്ടൊന്നും വേരിയേഷൻ ഉണ്ടാവാറില്ല. പക്ഷേ ബട്ട് ഡ്യൂറിങ് ദ ലാസ്റ്റ് 5 day പ്രീ ജസ്റ്റേഷണൽ എഫക്റ്റ് ഓൺ ദ ഗ്ലാൻഡുലർ ടിഷ്യൂ ഇസ് സീൻ. സോ നമുക്ക് പ്രീ ജസ്റ്റേഷണൽ എഫക്റ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. കോമ്പിനേഷൻ അല്ലെങ്കിൽ കമ്പൈൻഡ് ഏജന്റ് കൊടുക്കുന്ന സമയത്ത് there is stromal decodection toward the end of the cycle. സോ നമുക്ക് ആ ഒരു സൈക്കിളിന് ലാസ്റ്റ് എത്തുമ്പം സ്ട്രോമൽ ഡിക്കോഡേഷൻ ഉണ്ടാകും എന്നുള്ളതാണ്. സോ സീക്വൻഷ്യൽ എങ്ങനെ, കോമ്പിനേഷനിൽ എങ്ങനെ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അത് രണ്ടും രണ്ടായിട്ട് എഴുതിയാലും കുഴപ്പമില്ല, കോമൺ ആയിട്ട് എഴുതിയാലും കുഴപ്പമില്ല, പ്രശ്നമില്ല. പക്ഷേ എന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് ഓരോ കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താണ് എവിടെയാണ് സ്റ്റേജ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, കൺഫ്യൂഷൻ ആയിപ്പോവും. സോ സ്ട്രോമൽ ഡിക്കോഡലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡോമെട്രിയൽ സ്ട്രോമൽ സെല്ല് ട്രാൻസ്ഫോം ആയിട്ട് ഡെസിഡൽ സെല്ലാവുകയാണ് ചെയ്യുന്നത് പ്രഗ്നൻസി സമയത്ത്. അത്രയും നമുക്ക് പഠിക്കേണ്ട, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓവറിൻ ചേഞ്ച് ഉറപ്പായിട്ടുണ്ടായിരിക്കും. സോ ഓവറിൻ ഫംഗ്ഷനെ ഡിപ്രസ് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓവുലേഷൻ ഫീമെയിൽസിൽ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. മിസ്ലിൻസ് എഫക്റ്റ് ആണെങ്കിൽ ഹൈപ്പർഗ്ലൈസീമിയ, ഗ്ലൈക്കോസ്യൂറിയ, ഹൈപ്പർ ടെൻഷൻ ആൻഡ് തൈറോയ്ഡ് ബൈൻഡിങ് ഗ്ലോബുൽസ് കൂടുന്നു ആൻഡ് പ്രോട്ടീൻ ബൗണ്ട് അയോഡിൻ ഓഫ് പ്ലാസ്മ കൂടുന്നു എന്നുള്ളതാണ്. ഇത് രണ്ടോ മൂന്ന് പഠിച്ചു വെക്കുക. അഡ്വേഴ്സ് എഫക്റ്റ് ഉറപ്പായിട്ടും എപ്പോഴും മെലാസ്മ കാണും, പിമ്പിൾസ് കാണും, അൻറോക്സിയ, നൗസിയ, വൊമിറ്റിംഗ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും കൂടുതലാണ് ഹൈപ്പർ ടെൻഷനും ക്യാൻസർ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആ ഒരു കാര്യം നിങ്ങൾ ഇതിൽ പഠിച്ചു വെക്കുക, ബിക്കോസ് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ പ്രൊജസ്ട്രോൺ എലോൺ ആസ് എ കോൺട്രസെപ്റ്റീവ്, നമുക്ക് ചെറിയ ഡോസിൽ പ്രൊജസ്ട്രോൺ മാത്രം നമുക്ക് കൊടുക്കാം കേട്ടോ. അതും കോൺട്രസെപ്റ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാറുണ്ട്. സോ നമുക്ക് എന്താണ് ക്ലോർ മെഡിനേറ്റ് അസറ്റേറ്റ് ആൻഡ് ലീവോർ എന്ന ജസ്ട്രയിലായിട്ട് നമുക്ക് പ്രൊജസ്ട്രോൺ ഓൺലി പില്ലായിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അത് നമുക്ക് അവൈലബിൾ ഫോംസ് ആണ് കേട്ടോ. സോ അത് പഠിക്കുന്നില്ല. ദ പ്രൊജസ്ട്രോൺ യൂസ്ഡ് ഫോർ ദിസ് പേർപ്പസ് ആർ ക്ലോർ മെഡിനേറ്റ്, സോ മെഡനോൺ അസറ്റേറ്റും ലീവോനോർ ജസ്റ്റിലാണ്. നമുക്ക് അത് പേര് പഠിക്കാൻ നിർബന്ധമില്ല. ഒന്നെങ്കിൽ നിങ്ങൾക്ക് പ്രൊജസ്ട്രോൺ ഓൺലി എന്നും നിങ്ങൾക്ക് എഴുതാം കേട്ടോ. സോ പ്രൊജസ്ട്രോൺ എലോൺ ആസ് കോൺട്രസെപ്റ്റീവ് ആർ ലെസ് റിലയബിൾ. പ്രൊജസ്ട്രോൺ മാത്രം കൊടുത്താൽ അങ്ങനെ എപ്പോഴും ഒന്നും പ്രോപ്പർ എഫക്റ്റ് കിട്ടണമെന്നൊരു നിർബന്ധവും ഇല്ല. ഭയങ്കര എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. കാര്യം നമ്മൾ എപ്പോഴും പറയില്ല, സേഫ്റ്റി കൺസേൺ ഉള്ളതുകൊണ്ട് നമ്മൾ എപ്പോഴും പറയില്ല എന്നുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് ക്ലോർമോഡിനേറ്റ് അസറ്റേറ്റ് ആണ്. അത് വേണമെങ്കിൽ മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾക്ക് അത് തോന്നണം അല്ലെങ്കിൽ കുറച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ മാത്രം പഠിച്ചാൽ മതി. ഇനിഷ്യൽ നമ്മൾ 0.5 mg വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക കോൺട്രസെപ്റ്റീവിന് വേണ്ടിയിട്ട്. സോ നമ്മുടെ ലാക്ടേഷനൊക്കെ സപ്രസ് ചെയ്യും. കുഞ്ഞിന് മുലയൂട്ടുന്നുണ്ടെങ്കിൽ പെട്ടതില്ല. അതുമാത്രമല്ല എൻഡോമെട്രിയലും സെർവിക്കലും ഒക്കെ കൂടുതൽ തിക്കറാക്കി വെക്കുകയാണ് ചെയ്യും. മ്യൂക്കസ് ഒക്കെ വന്നിട്ട് തിക്കറാവും. അങ്ങനെ ഒരിക്കലും എന്ത് ചെയ്യുമ്പോൾ സ്പേമിന് പെനട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ LHന്റെ പീക്കൊക്കെ സപ്രസ് ഒന്നും ചെയ്യില്ല. നൗസി ഹെഡേക്ക് ആണ്. അത് വേണമെങ്കിൽ മാത്രം പഠിക്കുക. മിക്കവാറും ചോദിക്കുക കോൺട്രസെപ്റ്റീവും അതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം സ്പെസിഫൈ ചോദിക്കുള്ളൂ. അപ്പോൾ എല്ലാം കൂടെ പഠിക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ലീവോ നോർ ജസ്ട്രയിലാണ്. ഇത് 19 നോർ ടെസ്റ്റോസ്റ്റിറോൺ കോമ്പൗണ്ട് എന്നാണ് പറയുക. നമ്മൾ 50 to 75 മൈക്രോഗ്രാമിൽ കണ്ടിന്യൂസ്ലി ഓവർലി കൊടുക്കണം. എന്നാൽ മാത്രമേ കാര്യമുള്ളൂ. അപ്പോൾ സ്പേമിൻ്റെ പെനിട്രേറ്റ് കുറയ്ക്കുകയാണ് ചെയ്യുക, ആൻഡ് ലുട്ടിയൽ ഫംഗ്ഷനെ കുറയ്ക്കുകയാണ് ചെയ്യുക. ഇറഗുലർ ആൻഡ് ഷോർട്ട് ബ്ലീഡിങ് ഒക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇതും വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, പക്ഷെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇൻജെക്റ്റബിൾ കോൺട്രസെപ്റ്റീവ് ഉണ്ട്. ഇതെന്തായാലും പഠിക്കുക. 2 പേര് പഠിക്കുക. DMPA, NET, ENും പഠിക്കുക. ഈ 2 പേര് മാത്രം പഠിക്കുക. ഡീപോഡ് പ്രോവെറ എന്നാണ് വേറൊരു പേരും ഉള്ളത്. സോ ഡീപോഡ് വെച്ചാൽ നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോഴത്തേക്കും പയ്യെ നമ്മളെ ബോഡിയിൽ നിന്ന് ഈ ഹോർമോൺസ് റിലീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രഗ്നൻസി ഒഴിവാക്കുന്നു. ഈ രീതിയിലാണ് എഫക്റ്റ് ചെയ്യുന്നത്. എഫക്റ്റീവ്, ലോങ് ആക്ടിങ് ആൻഡ് റിവേഴ്സിബിൾ എഫക്റ്റ് ആണ്. പക്ഷേ ഇതിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കാര്യം ലോങ് ടേമിൽ പീരീഡ്സ് ആവില്ല,
അല്ലെങ്കിൽ ലോങ് ടേമിൽ കുറേ മെലാസ്മ പിന്നെ ക്യാൻസർ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഇത് ഇഞ്ചക്റ്റബിൾ നമ്മളെ സിലബസിനകത്ത് സ്പെസിഫിക്കലി പറയുന്നില്ല. DMPയും NET കൊടുത്തിട്ടുണ്ട്. പറ്റുന്നവരാണെങ്കിൽ ജസ്റ്റ് വായിച്ചു വെക്കുക. നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബിനെ സെർവിക്കൽ മസിലിനെ ഒക്കെ എഫക്ട് ചെയ്യുന്നതാണ്, സപ്രസ് ചെയ്യാണ്, ഓവലേഷൻ സപ്രസ് ചെയ്യാണ്. നിങ്ങൾക്ക് എഴുതാം, ജസ്റ്റ് എഴുതി വെക്കാമല്ലോ. ലോങ് ആക്ടിംഗ് ആണ്, IM ആയിട്ട് കൊടുക്കുന്നതാണെന്നൊക്കെ നിങ്ങൾക്ക് എഴുതി വെക്കാം. അതുകൊണ്ട് ഡോസ് മാത്രമേ എക്സ്ട്രാ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. DMP ആണെങ്കിൽ 150 mg, IM 90 ഡേയ്സ്, ഇവർ 90 ഡേയ്സിലും, NET ആണെങ്കിൽ 60 to 84 ഡേയ്സ് ലേറ്റ്. അതിന് 200 mg നമ്മൾ ഓയിൽ സസ്പെൻഷനിൽ കൊടുക്കുകയാണ് ചെയ്യുക. 60 ഡേയ്സ് ഫോർ 6 months ആണ് കൊടുക്കുക. -9 ആണെങ്കിൽ ഇവിടെ 6 ആണ്. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും ഇവിടെ പറയാനിട്ടില്ല. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പഠിക്കുക, ഇല്ലെങ്കിൽ പഠിക്കാൻ നിൽക്കരുത്. അതായത് നമുക്ക് ഈ ഒരു പ്രൊജസ്ട്രോൺ ഓൺലി പില്ലിൽ പേര് പഠിച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് എഴുതിയാൽ മതി, അല്ലാതെ ഓരോന്നിട്ട് പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ കുറച്ചും കൂടെ എഴുതുവാണെങ്കിൽ നമുക്ക് പേപ്പർ ഇച്ചിരി പ്രസന്റബിൾ ആക്കി വെക്കാൻ പറ്റും എന്നുള്ളതേ ഉള്ളൂ. എക്സ്ട്രാ 2 കൊടുത്തിട്ടുണ്ട്, അത് പഠിക്കണം നിർബന്ധമല്ല, ജസ്റ്റ് പേരെങ്കിലും പഠിച്ച് വെക്കാം. സോ നെക്സ്റ്റ് വൺ ഈസ് ഓവുലേഷൻ ഇൻഡ്യൂസിങ് ഡ്രഗ്സ് ആണ്. ഓവുലേഷൻ കൂട്ടുന്ന ഡ്രഗുകൾ ഏതൊക്കെ? അതിൽ ഫസ്റ്റ് വൺ ആണ് ക്ലോമിഫെൻ സിട്രേറ്റ് ആണ്. സോ കെമിക്കലി ഈസ്ട്രോജൻ പോലെയാണ് ഉള്ളത്, അല്ലെങ്കിൽ ഈസ്ട്രോജൻ റിലേറ്റഡ് ആണ്. നമ്മൾ ഓറലി കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഓവുലേഷൻ ഫീമെയിൽസിൽ കൂട്ടുകയാണ് ചെയ്യുക. കാര്യം ചില ആൾക്കാർക്ക് ഓവുലേഷൻ ഉണ്ടാവില്ല. ഇപ്പോൾ എക്സാമ്പിൾ ഇതുപോലെ തന്നെ ലോങ് ടേം ഹോർമോൺ തെറാപ്പിയൊക്കെ എടുത്ത ആൾക്കാർക്ക് പിന്നെ ഓവുലേഷൻ ഉണ്ടാവണമെങ്കിൽ ഇതുപോലുള്ള മെഡിസിൻസ് എടുക്കേണ്ടി വരാറുണ്ട് ചില കണ്ടീഷനിൽ, എപ്പോഴൊന്നും അല്ല. സോ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈസ്ട്രോജൻ, അതായത് നമ്മളെ ഈസ്ട്രോജനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ബ്ലോക്ക് ദ ഇൻഹിബിറ്ററി ഇൻഫ്ലുവൻസ് ഓഫ് ഈസ്ട്രോജൻ. നമുക്ക് ഈസ്ട്രോജൻ ആണല്ലോ ആവശ്യം. അപ്പം ഈസ്ട്രോജനെ ബ്ലോക്ക് ചെയ്യുന്ന ആരൊക്കെയുണ്ടോ അവരെയൊക്കെ എന്ത് ചെയ്യാറുണ്ട്, അവരെല്ലാം ഇൻഹിബിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ആര് ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു CC പറയുന്നത്, അല്ലെങ്കിൽ ക്ലോമിഫെൻ സിട്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് FSHും LHനും ഒക്കെ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക, അങ്ങനെ ഓവുലേഷൻ കൂട്ടുകയാണ് ചെയ്യുക. ഇവിടെ പ്രശ്നം ഓവറിന് എൻലാർജ്മെൻറ്റും സിസ്റ്റ് ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പെട്ടെന്ന് ഈ ഫീമെയിൽസിനെ കാണുമ്പോൾ ഭയങ്കര റെഡ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ആൻഡ് ബ്ലഡ് വിഷൻ, ഹെഡ് ഏക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും കാണാറുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്, എല്ലാത്തിലൊക്കെ എല്ലാം സെയിം ഒക്കെ തന്നെയാണ് കേട്ടോ, അല്ലാണ്ട് ഓരോന്നും ഓരോ രീതിയിലല്ല ഉള്ളത്. സോ നെക്സ്റ്റ് വൺ സൈക്ലോഫിനൈലാണ്. സോ ഇവിടെ ക്ലോമിഫെൻ്റെ പോലെ സിമിലർ സ്ട്രക്ചറാണ്. സോ ഓവുലേഷൻ കൂട്ടുവാണ് ചെയ്യുക. 500 to 800 mg പെർ ഡേ കൊടുക്കും. 5 to 10 days ത്രൂ മൗത്താണ് കൊടുക്കുക. പെരിഫറൽ ആൻറ്റി എസ്ട്രോജനിക് എഫക്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. ആ ഒരു കാര്യം സ്പെസിഫിക് ആയിട്ട് അങ്ങനെ തന്നെ പഠിക്കുക. എന്തായിട്ട് പഠിക്കുക? അതായത് പെരിഫറൽ ആൻറ്റി എസ്ട്രോജനിക് എഫക്റ്റ് തന്നെ പഠിക്കുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ചാപ്റ്റർ ആണ്. കാര്യം ഇവിടെ നിന്ന് ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം, ഒരു 5 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് സിമ്പിൾ ചാപ്റ്റർ ആണ്. സോ എങ്ങനെയെങ്കിലും അത് പഠിച്ചു വെക്കുക. പേര് പഠിക്കാനുള്ള ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ ബാക്കിയൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമായിട്ട് കാണുന്നില്ല. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.